എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 25 സെപ്റ്റംബർ ബുധനാഴ്ച. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നിഫ്റ്റിക്ക് 26,000 മാർക്കിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഹയർ ലെവലുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയായിരുന്നു. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരു കൺസോൾട്ടേഷൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവൽ 26,000-ഉം സപ്പോർട്ട് ലെവൽ 25,800-നും ഇടയ്ക്കുള്ള ഒരു കൺസോൾട്ടേഷൻ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 54,200, സപ്പോർട്ട് 53,750. കൺസോൾട്ടേഷന് ചാൻസ് ഉണ്ടെങ്കിലും ഓവറോൾ മാർക്കറ്റിൻ്റെ ടോണ് ബൈ ഓൺ ഡിപ്സ് എന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ഇന്ത്യ വിക്സ് ഇന്നലെ 2.85% വീഴുകയും 13.39 ലെവലുകളിലാണ് നിൽക്കുന്നത്. ഇത്തവണയും 14 എന്ന മാർക്കിന് മുകളിലേക്ക് പോകാൻ ഇന്ത്യ വിക്സിന് സാധിച്ചിട്ടില്ല. 14 മാർക്സിന് മുകളിൽ പോവുകയാണെങ്കിൽ ബുൾസ് ഒരല്പം കോഷ്യസ് ആവാൻ സാധ്യതയുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് സെല്ലേഴ്സ് ആവുകയായിരുന്നു. 2,784 രൂപയ്ക്കുള്ള സ്റ്റോക്സ് ഓഫ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 സെഷൻ ബൈയിങ്ങിന് ശേഷമാണ് ഇന്നലെ നെറ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ളത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായ 2ാം ദിവസവും നെറ്റ് ബയേഴ്സായിട്ട് തുടർന്നു. 3,868 കോടിക്കാണ് അവർ വാങ്ങിയിട്ടുള്ളത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം 83.67 12 പൈസ വീക്കായി 83.67 നിൽക്കുന്നത്. അടുത്തതായി ഇന്ന് ന്യൂസിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് അവരുടെ ട്രാൻസാക്ഷൻ ഫീസ് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ കോൺട്രാക്ട്സിന് $1,02.10 ഓപ്ഷൻ കോൺട്രാക്ട്സിന് $1,41.80 എന്ന നിരക്കിലേക്കാണ് അവർ ട്രാൻസാക്ഷൻ ഫീസ് റിവൈസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് HDFC ലൈഫ് ഇൻഷുറൻസ്. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി 2,000 കോടി NCD വഴി റേസ് ചെയ്യാനായിട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഡെൽറ്റ കോർപ്പ്. ഡെൽറ്റ കോർപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കസീനോ കമ്പനിയാണ്. അപ്പോൾ ഡെൽറ്റ കോർപ്പ് അവരുടെ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിൽ നിന്നും അവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഡീമർജർ ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ പേര് ഡെൽറ്റ പെൻലാൻഡ് എന്നായിരിക്കും. ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഷെയർ ഡെൽറ്റ കോർപ്പറേഷൻ കയ്യിലുള്ളവർക്ക് ഒരു ഷെയർ ഡെൽറ്റ പെൻലാൻഡ് ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് നേവി മർച്ചൻസ് എന്ന ഡെൻമാർക്ക് സ്ഥാപനത്തിന് വേണ്ടി ആദ്യത്തെ മൾട്ടി പർപ്പസ് കാർഗോ വെസൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അടുത്തത് PC ജ്വല്ലേഴ്സ്. ഈ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് സെപ്റ്റംബർ 30 ബോർഡ് മീറ്റിങ്ങിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അടുത്ത KEC ഇൻ്റർനാഷണൽ. KEC ഇൻ്റർനാഷണലിൻ്റെ QIPക്ക് ഫ്ലോർ പ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 276.64 രൂപ പെർ ഷെയർ. അടുത്തത് ഹരിയോം പൈപ്സ്. അവർ 700 കോടി ഇക്വിറ്റി അല്ലെങ്കിൽ അതർ സെക്യൂരിറ്റീസ് വഴി 700 കോടി റേസ് ചെയ്യാൻ അപ്രൂവ് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ. അടുത്തതായി IPO ന്യൂസിലോട്ട് കയറാം. ഇന്ന് ലൈവായിട്ടുള്ള 2 IPOകളാണ് മാൻബ ഫിനാൻസ് ആൻഡ് KNR ഹീറ്റ് എക്സ്ചേഞ്ച് ആൻഡ് റെഫ്രിജറേറ്റേഴ്സ്. മാൻബ ഫിനാൻസ് ഡേ 2-ൽ 73.23 ടൈംസ് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. KNR ഹീറ്റ് എക്സ്ചേഞ്ചർ ആൻഡ് റെഫ്രിജറേറ്റർ ഇന്ന് ഓപ്പൺ ആവുകയാണ്. പ്രൈസ് ബാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് 209 to 220 പെർ ഷെയറാണ്. 341.95 കോടിയുടെ IPO ഒരു ഫ്രഷ് ഇഷ്യൂ ആയിരിക്കും. അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു IPO ആണ്. വാല്യുവേഷൻ വൈസും മാർജിൻ വൈസും നോക്കുമ്പോൾ പോസിറ്റീവാണ് കമ്പനി. നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ KNR എക്സ്ചേഞ്ചിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻ്റർനാഷണൽ ന്യൂസുകൾ നോക്കുമ്പോൾ ഇൻ്റർനാഷണൽ ന്യൂസിൽ ചൈനയുടെ ഒരു റിസഷൻ സാധ്യതയായിരുന്നു ഏഷ്യ പസഫിക് മാർക്കറ്റ് നെഗറ്റീവ് ആക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ചൈന ബാങ്ക്സ് റിസർവ് റിക്വയർമെൻറ്റ് റേഷ്യോ, ഔട്ട്സ്റ്റാൻഡിംഗ് മോർട്ട്ഗേജ് റേറ്റ്സ് എന്നിവ വെട്ടിക്കുറച്ചത് വഴി ലിക്വിഡിറ്റി കൂട്ടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഏഷ്യ പസഫിക് മാർക്കറ്റുകൾ പോസിറ്റീവിലേക്ക് വരികയായിരുന്നു. US കൺസ്യൂമർ ഡാറ്റ മാർക്കറ്റിൽ പ്രതീക്ഷിച്ച പോലൊരു വ്യത്യാസം ഒന്നും വരുത്തിയിട്ടില്ല. US സ്റ്റോക്സ് ഫ്രഷ് ഹൈയിലേക്കായിരുന്നു പോയത്. സ്റ്റാൻഡേർഡ് & പുവർ 500 S&P 500 ഇൻഡെക്സ് 41ാമത്തെ റെക്കോർഡ് ക്ലോസിങ്ങിലേക്കും വരികയുണ്ടായി. വരാൻ സാധ്യതയുള്ള റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ഒരുപക്ഷെ ട്രേഡിംഗ് അത്രയ്ക്ക് ത്രില്ലിംഗ് ആക്കിക്കൊള്ളണമെന്നില്ല. എങ്കിലും ഓവറോൾ ബൈ ഇൻ ഡിപ്സ് എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും മാർക്കറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലത്. ഇപ്പോൾ താഴോട്ട് വന്നാൽ പോലും നല്ല ലെവലുകളിൽ നല്ല സ്റ്റോക്കുകൾ വാങ്ങുക എന്നുള്ളതായിരിക്കും ഏറ്റവും മികച്ച രീതി. എല്ലാവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.